ആരായിരിക്കും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ? കുറേ നാളുകളായി ബി.ജെ.പിക്കകത്ത് നടക്കുന്ന പ്രധാന ചർച്ചകളിൽ ഒന്നാണ്. നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുകയും അതേക്കുറിച്ച് നിരവധി വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ട്. പേരുകളിൽ ശോഭാ സുരേന്ദ്രനുണ്ട്, എം.ടി. രമേശുണ്ട്, കെ. സുരേന്ദ്രൻ തന്നെ വീണ്ടും തുടരും എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോഴിതാ പുതിയ പേര്, ഇപ്പോഴല്ല നേരത്തെ തന്നെ എയറിലുണ്ട് ആ പേര്. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ന വാർത്ത വന്നിരുന്നു. അത് മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖറാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട്, മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പ്രസിഡന്റായി വരിക എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. ഈ വാർത്ത തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ഇടയിലുണ്ട്. ബി.ജെ.പി. നേതാക്കളും ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും അടുത്ത പ്രസിഡന്റ്. മാർച്ചിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകും എന്ന്. ഇതേക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖറിനോട് മനോരമ ന്യൂസ് ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായി എൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പറയുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അത് നൽകുന്ന സൂചന അടുത്ത മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എനിക്കൊരു ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒരു സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ മാർച്ച് ടൈമിൽ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ഉണ്ടാവും, അപ്പോയിന്റ് ആവും. അദ്ദേഹത്തോട്, രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, സംസ്ഥാന അധ്യക്ഷനായി താങ്കളുടെ പേരും പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ തൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് എന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. നേരത്തെ അദ്ദേഹത്തോട് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് എങ്കിലും കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. മുഴുവൻ സമയം കേരളത്തിൽ വന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കരുത്. ഇതായിരുന്നു കേന്ദ്ര നേതൃത്വത്തോട് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹം മനസ്സ് മാറ്റി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നൽകുന്ന സൂചനകൾ. കാരണം കേന്ദ്ര നേതൃത്വം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുകയും ആ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങി എന്നാണ് അറിയുന്നത്. അദ്ദേഹമല്ല, വേറെ ഒരാളാണ് സംസ്ഥാന അധ്യക്ഷനെങ്കിൽ കേരളത്തിലെ ബി.ജെ.പിയിൽ തമ്മിലടി, ഗ്രൂപ്പടി തുടരും. അത് വലിയ തോതിൽ ശക്തിപ്പെടും. അത് കേരളത്തിലെ ബി.ജെ.പിയുടെ നാശത്തിലേക്ക് നയിക്കും. കേരളത്തിൽ ഇപ്പോൾ ബി.ജെ.പിയിൽ 5ഓ 6ഓ ഗ്രൂപ്പുകളുണ്ട്. ചെറിയ പാർട്ടിയാണെങ്കിലും ഗ്രൂപ്പുകൾക്ക് യാതൊരു ക്ഷാമവുമില്ലാത്ത പാർട്ടിയായി ബി.ജെ.പി. മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബി.ജെ.പിക്കകത്ത് കേരളത്തിൽ നിന്ന് ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ തമ്മിലടി ഉറപ്പാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ ഈ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവരികയും അടുത്ത നിയമസഭയിലേക്ക് നിയമമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ആലോചനയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന അധ്യക്ഷനാകും എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഈ മാസം തന്നെ, മാർച്ച് മാസത്തിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അങ്ങനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരാൻ പോകുന്നു. ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ, അത് മോഹിച്ച് ഇരുന്നവർ, അവർ ഇനി എന്ത് ചെയ്യും എന്നതാണ് അറിയാനുള്ളത്.